ഗൈസ് നമ്മളിന്നിപ്പോൾ ഫുൾ അമ്പലങ്ങളാണ് കേട്ടോ. എന്തായാലും നമ്മൾ കൊല്ലംകോട് പോകുന്ന വഴിക്ക് കുറേ അമ്പലങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ മഹാനവമിയായിട്ട് ഓരോ അമ്പലങ്ങളിൽ ഒരേ പരിപാടികളൊക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ പാറയുടെ മുകളിൽ ഒരു അമ്പലമുണ്ട്. അപ്പോൾ ആ അമ്പലത്തിൻ്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ നാട്ടിലും ഇതേപോലൊരു അമ്പലമുണ്ട്, കുന്നപ്പള്ളി ദേവരാജഗിരി ക്ഷേത്രം എന്ന് പറഞ്ഞ് ഒരു അയ്യപ്പ ക്ഷേത്രമാണ്. ഇതിപ്പോൾ ഏതാ ക്ഷേത്രം എന്നറിയില്ല, ഏതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നറിയില്ല കേട്ടോ. ഇത് ഇവിടെ നെൽകൃഷിയൊക്കെ ഒരുപാടായതുകൊണ്ട് ഇതാ ഇവിടെ അടുത്തുള്ളവരാണെന്ന് തോന്നുന്നത് കണ്ടോ. നെല്ലൊക്കെ പൊട്ടിച്ചുകൊണ്ട് എന്താ പറയുക, നെല്ല് അല്ല വിളവെടുക്കാം അല്ലേ, അങ്ങനെയല്ല പറയാ. ഈ നെല്ല് കണ്ടോ, ഇതൊക്കെ നമ്മുടെ അവിടെ പണ്ട് എൻ്റെ ചെറുപ്പത്തിലേ കണ്ട ഓർമ്മയുള്ളൂ. ഇങ്ങനെയൊക്കെ ഇവിടെ വന്നപ്പോഴാണ് ഇതൊക്കെ ഇപ്പോൾ വീണ്ടും കാണാൻ സാധിച്ചത്. പണ്ട് എൻ്റെ അമ്മയുടെ കൂടെ ഈ അമ്മയൊക്കെ പണ്ട് കൊയ്യാൻ പോകുമായിരുന്നു. ആ കൊയ്ത് വരുമ്പോൾ നെല്ലിങ്ങനെ കൊണ്ട് കൂട്ടിയിട്ട് ഒരു വീടും സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കണ്ടൊരു ഓർമ്മയാണ് ചെറുപ്പത്തിലുള്ളത്. ഇപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത് കേട്ടോ. അതാ നമ്മളിപ്പോൾ വീണ്ടും ശിവൻ്റെ ഒരു അമ്പലത്തിലാണ് നമ്മൾ വീണ്ടും വന്നേക്കണേ കേട്ടോ. നമ്മളിപ്പോൾ നേരത്തെ തൃപ്പല്ലൂർ ക്ഷേത്രത്തിൽ കയറിയായിരുന്നു, അതും ശിവൻ്റെ അമ്പലമാണ്. ഇതും ഒരു ശിവ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം തന്നെയാണ് കേട്ടോ. എന്തായാലും ഇവിടുത്തെ അമ്പലങ്ങളുടെയും സ്ഥലവും അമ്പലങ്ങളിരിക്കുന്ന ചുറ്റുപാടും നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. നല്ല എന്താ പറയുക, നല്ല ഭക്തിപരമായിട്ട് നമുക്ക് തൊഴാനുമായിട്ടും സമാധാനത്തോടു കൂടി തൊഴുതു പോകാനും പറ്റിയ അമ്പലങ്ങളും ഒക്കെയാണ് ഇവിടെ എല്ലാം. ഇപ്പം എന്തായാലും ഇവിടെ സമയം കഴിഞ്ഞു, സമയം 11 മണിക്ക് ആയില്ലേ. ശിവനെ എന്താ കളേശ്വരം ശിവക്ഷേത്രമാണ് കേട്ടോ. വാവ്, നോക്കിയേ ഇവിടുത്തെ ഒരു വൈബ് നോക്കിയേ അല്ലേ. ഇന്ന് കാണുന്ന കാഴ്ചകളും പ്രകൃതി രമണീയമായ സ്ഥലങ്ങളല്ലേ നോക്കിയേ. ഇതാ അറ്റത്താ മുകളിലൊരു ചെറിയ വെള്ളച്ചാട്ടങ്ങൾ നോക്കിയേ കണ്ടോ, എന്ത് ഭംഗിയാണെന്ന് നോക്കിയല്ലേ. ചെറിയതായിട്ട് ഒലിച്ചിറങ്ങണം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നുള്ളൂ. ഒരു വലിയ വെള്ളച്ചാട്ടമായിരിക്കും അത്. ഓക്കെ, നിറയെ മലനിരകൾ. എത്ര മലകളാന്ന് നോക്കിയോ, 1 2 3 4 5 6 7 8 9 10. ഓ അടിപൊളി. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് കയറിപ്പോയാൽ എനിക്ക് തോന്നും അപ്പുറത്തെ സൈഡിൽ ഇതിലും നല്ല വ്യൂ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതാ നമ്മുടെ അവിടെ പണ്ടൊക്കെ കണ്ടിരുന്ന കള്ളിമുൾച്ചെടി, ഇതാ ഒരു കാട് തന്നെ അവിടെ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് പോകാൻ നേരമില്ല, കുറച്ചുള്ളെങ്കിലും നമുക്കിവിടെ അധികം സമയം സ്പെൻഡ് ചെയ്യാൻ സമയമില്ല. നമുക്ക് കൊല്ലംകോട് എത്തിയിട്ട് അവിടെയും കുറച്ച് നല്ല ഗ്രാമപ്രദേശങ്ങളും അതേപോലെ തന്നെ ഈ നെൽകൃഷി പോലെയുള്ളതൊക്കെ ഒരുപാട് അവിടെ ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് കണ്ടെടുത്തിട്ട് പോരണം. ഇത് നോക്കിയേ, അതായത് എന്താ പറയുക, അപ്പുറത്തെ സൈഡിലും പാറ, ഇപ്പുറത്തെ സൈഡിൽ അമ്പലം ഇരിക്കുന്ന ഭാഗവും പാറ. അതിൻ്റെ സെൻറ്ററിൽ കുറച്ച് ഭാഗമുണ്ട്. ആ ഭാഗത്ത് വരെ ഇതാ നെൽകൃഷി ചെയ്തേക്കാണ് കണ്ടോ. എന്ത് മനോഹരമായിട്ടാണ് നെല്ല് ഇവിടെ വിളഞ്ഞേക്കണേന്ന് നോക്കിയേ. എവിടെ നോക്കിയാലും കുറച്ച് സ്ഥലം ഉള്ളുന്നുണ്ടെങ്കിൽ ആ കുറച്ച് സ്ഥലത്ത് വരെ ഇവിടെ നെൽകൃഷിയാണ് ചെയ്തേക്കണത്. അപ്പം അതുകൊണ്ടാണ് നമ്മുടെ പാലക്കാട് കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.